ഹലോ, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസുകളായിട്ട് എസ് ഡെ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നമ്മൾ ഇന്റഗ്രേഷൻ മാർക്ക് എന്താണ് ഡിസ്കസ് ചെയ്തു. എസ് ഡെയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോയി, അതിനുശേഷം അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇവിടെ തന്നെ, അതിന്റെ എന്തുകൊണ്ടാണ് എക്സ്ട്രാ നോൺ ഡിസ്ട്രക്റ്റീവ് ടെക്നിക് ആണെന്ന് പറയുന്നത്, അതിന്റെ പ്രൊസീജിയർ, പ്രിസർവേഷൻ ടെക്നിക്സ്, ഇത്രയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എസ് ഡെയുടെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, പ്രിക്കോഷൻസ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എസ്ഡ, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ അഡ്വാൻറ്റേജസ് നോൺ ഡിസ്ട്രക്റ്റീവ് അനാലിസിസ്, അതായത് ഇറ്റ് യൂസസ് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ആൻഡ് ഡസ് ഇറ്റ് ഓൾട്ടർ ദ ഡോക്യുമെന്റ് കെമിക്കലി ഓർ ഫിസിക്കലി. അതായത് ദർ ഈസ് നോ കെമിക്കൽ ട്രീറ്റ്മെന്റ്, അതേപോലെ തന്നെ ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ഫോൾഡിങ്, ടിയറിങ് ഒന്നും ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് എ നോൺ ഡിസ്ട്രക്റ്റീവ് അനാലിസിസ്. ഓക്കെ. രണ്ടാമത്തേത് ഇറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ്, അതായത് ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ഈവൻ മൈന്യൂട്ട് വേരിയേഷൻസ് ഓർ തിക്നെസ് ഇൻ പേപ്പേഴ്സ് സർഫസ്. അതായത് മൈക്രോസ്കോപ്പിക് ആണെങ്കിൽ കൂടി, വേരിയേഷൻസ് മൈക്രോസ്കോപ്പിക് ആണെങ്കിൽ കൂടി എന്ത് ചെയ്യും? എസ്ഡ ഡിറ്റക്ട് ചെയ്യും. ദെയർഫോർ ഇറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ്. മൂന്നാമത്തത് ഇറ്റ്സ് വേഴ്സറ്റൈൽ ഇൻ നേച്ചർ, അതായത് മൾട്ടിപർപ്പസ് ആണ്. എന്തുകൊണ്ടാണ് മൾട്ടിപർപ്പസ്? കാരണം ഇറ്റ് ജസ്റ്റ് ഫോർ ഡോക്യുമെന്റ്, അതേപോലെ ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ അനദർ പർപ്പസ്, ലൈക്ക് എന്താണ്, ഡിറ്റക്ടിങ് ഫുട് പ്രിന്റ് ഓൺ പേപ്പർ. ഫുട് പ്രിന്റ് മാത്രമല്ല, ഫിംഗർ പ്രിന്റ് വരാം, പാം പ്രിന്റും വരാം. ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം? എസ്ഡ യൂസ് ചെയ്യാം. Therefore it is versatile in nature. ഇനി അടുത്തത് ക്വിക്ക് റിസൾട്ട് ആണ്. Once the document is prepared, the development process usually takes only few minutes. അതായത് സ്പീഡിയാണ്, ക്വിക്ക് ആണ്. അതായത് നമ്മുടെ പ്രൊസീജിയറിന്റെ ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ടേക്ക് ഓൺലി എ ഫ്യൂ മിനിറ്റ്സ്. ഓക്കെ. ഇനി എൻഹാൻസ്ഡ് വിഷ്വലൈസേഷൻ, മേക്ക് വിസിബിൾ ഈവൻ സ്യൂട്ടബിൾ വേരിയേഷൻസ് ഇൻ പ്രഷർ, റിവീലിംഗ് ഡീറ്റെയിൽ ലൈക്ക് ദ സീക്വൻസ് ഓഫ് ഓവർലാപ്പിംഗ് പെൻ സ്ട്രോക്സ്. അതായത് നമ്മൾ എഴുതുന്നത് പല പ്രഷറിലായിരിക്കും അല്ലെ? ലോ പ്രഷറിൽ എഴുതാം, ഹൈ പ്രഷറിൽ എഴുതാം, മീഡിയം പ്രഷറിൽ എഴുതാം. ഈ മൂന്ന് പ്രഷറിൽ എഴുതാന്നാണെങ്കിൽ എന്താണ്, എസ്ഡ് എന്ത് ചെയ്യും? ഡിറ്റക്ട് ചെയ്യും, വിഷ്വലൈസേഷന്റെ ക്വാളിറ്റി കൂട്ടും. അതായത് ഇറ്റ് വിൽ എൻഹാൻസ് വിഷ്വലൈസേഷൻ. ഈ പറഞ്ഞ ഓവർലാപ്പിംഗ് പെൻ സ്ട്രോക്സ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു വേർഡ് എഴുതാണ്, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അല്ലെ? ഫോർ എക്സാമ്പിൾ ബോംബ്, ഇങ്ങനെ എഴുതി. സോ ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോൾ മനസ്സിലായോ? കേഴ്സീവ് ആവാം, അതായത് സ്ട്രോക്ക് തമ്മിൽ കണക്റ്റഡ് ആണ്, ലെറ്റേഴ്സ് തമ്മിൽ കണക്റ്റഡ് ആണ്, കേഴ്സീവ് പോലെ. അതാണ് ഓവർലാപ്പിംഗ് പെൻ സ്ട്രോക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ലെറ്ററിന്റെ മുകളിൽ വേറെ ലെറ്റർ വന്നു കഴിഞ്ഞാൽ അതാണ് ഓവർലാപ്പിംഗ് സ്ട്രോക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ദർ ഇസ് നോ ഹസാർഡസ് കെമിക്കൽസ്. നോ കെമിക്കൽസ് ഓർ ഇൻവാസീവ് മെത്തേഡ്സ് ആർ യൂസ്. അതായത് ഡോക്യുമെന്റിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ, ഡോക്യുമെന്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള നോ കെമിക്കൽസ് യൂസ് ചെയ്യുന്നില്ല. ഹസാർഡസ് കെമിക്കൽസ് എന്നല്ല, ഒരു തരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നില്ല. സോ അതിന്റെ ഫിസിക്കൽ ഇന്റഗ്രിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡോക്യുമെന്റിന്റെ ഫിസിക്കൽ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, therefore it is non destructive in nature. ഇനി അടുത്തത് മൾട്ടിപ്പിൾ റീഡെവലപ്മെന്റ് ആണ്. ഇൻഡന്റേഷൻ റൈറ്റിംഗ് ക്യാൻ ബി റീഡെവലപ്ഡ് മോർ ദാൻ എ കപ്പിൾ ഓഫ് ടൈംസ് വിത്തൗട്ട് ഓൾട്ടറിംഗ് ദ ഒറിജിനൽ ഡോക്യുമെന്റ്. അതായത് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള റിസൾട്ടിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വാളിറ്റിയിലെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത് പിന്നെ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം അല്ലെ? പ്രൊസീജിയർ എന്ത് ചെയ്യാൻ പറ്റും? റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ മൾട്ടിപ്പിൾ റീഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ആയി. ഇനി ഡിസഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഹ്യൂമിഡിറ്റി ഫാക്ടർ. ഫോർ എക്സാമ്പിൾ ബോത്ത് എക്സസീവ് ഹ്യൂമിഡിറ്റി ആൻഡ് ഡ്രൈനസ്, അതായത് ഡോക്യുമെന്റ് കളക്ട് ചെയ്യുന്ന ക്രൈം സീൻ, ഇപ്പം ക്രൈം സീൻ ഹൈ ഹ്യൂമിഡ് കണ്ടീഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹൈ ഡ്രൈ കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ഡോക്യുമെന്റിനെ സ്വാഭാവികമായിട്ട് എഫക്ട് ചെയ്യുക. ഹ്യൂമിഡിറ്റി കൂടുതൽ സംഭവിക്കുക, ഒന്നിക്കൽ ഡോക്യുമെന്റ് ഡക്റ്റൈൽ ആവാം അല്ലെ, ചുരുങ്ങിപ്പോവാം, അല്ലെങ്കിൽ ടോൺ ആവാം, ബ്രേക്ക് ആവാം, കുറെ പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ? ഇപ്പൊ എന്താണ്? ഒന്ന് ഹ്യൂമിഡിറ്റി ആണ്, ക്രൈം സീനിലെ നേച്ചർ, അതായത് ക്രൈം സീൻ ഏത് കണ്ടീഷനാണോ ഉള്ളത്, ഏത് കണ്ടീഷനിലാണോ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് കളക്ട് ചെയ്യുന്നത്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. ഡോക്യുമെന്റ് ഡിസ്ട്രോയ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തത് കെമിക്കൽ ഇന്റർഫറൻസ് ആണ്. അതായത് certain chemicals such as chemical methods such as iodine fuming and inhydrin for fingerprinting can hinder the ability to get fingerprint. അതായത് ഈ അയോഡിൻ ഫ്യൂമിങ് ഇൻഹൈഡർ എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റിൽ പ്രധാനമായി യൂസ് ചെയ്യുന്ന ലേറ്റന്റ് ഫിംഗർ പ്രിന്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്, അല്ലെ? അതായത് എസ് ഡി ഉപയോഗിച്ചിട്ടും ചെയ്യാന്ന് പറഞ്ഞ് അത് സെക്കൻഡറി ആണ്. പ്രൈമറി ആയിട്ട് നമ്മൾ എപ്പോഴും നോക്കുന്നത് ഈ രണ്ട് കെമിക്കൽസ് ആയിരിക്കും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. സോ ഈ കെമിക്കൽസ് യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടില്ല. ആ പറഞ്ഞ ഡോക്യുമെന്റിൽ ഫിംഗർ പ്രിന്റ് ഒന്നും റിവീൽ ആയിരിക്കും. സെയിം ഡോക്യുമെന്റ് എസ് ഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക? ഓൾറെഡി കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. സോ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റിന് എഫക്റ്റ് ആവും, ഡോക്യുമെന്റ് ഡിസ്ട്രോയ് ആവും, എസ് ഡിയിൽ റിസൾട്ട് കിട്ടില്ല. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് നോട്ട് എഫക്റ്റീവ് ഫോർ ഓൾ പേപ്പേഴ്സ്, അല്ലെ? സം പേപ്പേഴ്സ് എസ്പെഷ്യലി ദോസ് വിത്ത് കോട്ടിങ്സ് ഓർ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് മൈറ്റ് നോട്ട് ഹോൾഡ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ് എഫക്റ്റീവ്ലി. അതായത് നമ്മളെ ഗ്ലോസി പേപ്പർ ലൈക്ക് ഗിഫ്റ്റ് റാപ്പ്, പ്ലാസ്റ്റിക്, അതേപോലെ തന്നെ മറ്റ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ കോട്ട് ചെയ്ത പേപ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല? എസ്ഡ എഫക്റ്റ് ആവില്ല, എസ്ഡ വർക്ക് ആവില്ല. ഓക്കെ, ഇനി അടുത്തത് ലിമിറ്റഡ് സക്സസ് ഓൺ സം സർഫസസ്. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. ഹെവി വെയിറ്റ് ആൻഡ് തിക്ക് കാർഡ്ബോർഡ്. എന്തുകൊണ്ടാണ്? കാരണം തിക്നെസ് കൂടുതലാണ്, അല്ലെ? കാർഡ്ബോർഡില് തിക്നെസ് കൂടുതലാണ്. സോ എന്താണ്? പൂർ റിസൾട്ട് ആയിരിക്കും തരിക. അതേപോലെ തന്നെ ഇൻഡന്റേഷൻ ഓൺ സർഫസ് സച്ച് ആസ് പ്ലാസ്റ്റിക് കോട്ട് ചെയ്ത പേപ്പേഴ്സിൽ എന്ത് ചെയ്യില്ല? ഇൻഡന്റേഷൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല യൂസിങ് എസ്ഡ. ഇനി അടുത്തത് ചലഞ്ചസ് വിത്ത് ഡീപ് ഇൻഡന്റേഷൻസ്. അതായത് മൈക്രോസ്കോപ്പിക് പറ്റും നമ്മൾ പറഞ്ഞു, മൈക്രോസ്കോപ്പിക് പോസിബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇൻഡന്റേഷൻസ് ഡീപ്പ് ആണെങ്കിൽ, നല്ല പ്രഷർ ഉപയോഗിച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ഇൻഡന്റേഷൻസ് ഡീപ്പായിട്ട് പോകും. സോ എന്ത് ചെയ്യാൻ പറ്റും? ഡീപ്പ് ഓർ ഹെവി ഇന്റൻഡ് ഏരിയാസ് മേ നോട്ട് ബി ഡെസിഫേർഡ് എഫക്റ്റീവ്ലി. ഡിറ്റക്ട് ചെയ്യും, പക്ഷെ നമുക്ക് അൺക്ലിയർ ആയിരിക്കും, ക്ലാരിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്തത് മെയിൻ്റെനൻസ് ആൻഡ് ഹാൻഡ്ലിംഗ് ആണ്. അതായത് റിക്വയർ കെയർഫുൾ ഹാൻഡ്ലിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ആൻഡ് എക്സസീവ് മെക്കാനിക്കൽ ഷോക്ക് ഓർ ഇംപ്രോപ്പർ ക്ലീനിങ് ക്യാൻ ഡീഗ്രേഡ് ഇറ്റ്സ് പെർഫോമൻസ് വിത്ത് ടൈം. ഫോർ എക്സാമ്പിൾ, ഇപ്പം അനലിസ്റ്റ് എന്ത് എക്സ്പീരിയൻസ് അല്ല, ട്രെയിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ, എസ്ഡ യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ എന്താവും? റിസൾട്ടിനെ ബാധിക്കും. അതേപോലെ തന്നെ പ്രോപ്പർ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്, അല്ലെ? ആ വലിയൊരു ഇൻസ്ട്രുമെന്റ് ആണ്. സോ അതിന്റെ മെയിൻ്റെനൻസ് വളരെ ഡിഫിക്കൽട്ട് ആണ്. സോ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? റിസൾട്ടിനെ എഫക്ട് ചെയ്യും. അടുത്തത് ലിമിറ്റഡ് എഫക്റ്റീവ്നെസ് ഓൺ സർട്ടൻ ഇംപ്രഷൻസ്. ഇംപ്രഷൻസ് മെയ്ഡ് ഓവർ പ്ലാസ്റ്റിക് ഓർ അതർ നോൺ പേപ്പർ സർഫസ് മേ നോട്ട് ബി ഡിറ്റക്റ്റഡ്. പ്ലാസ്റ്റിക്സ്, അതേപോലെ തന്നെ എന്ത് ബോർഡ്, കാർഡ്ബോർഡ്സ്, മെറ്റൽ സർഫസ്, ഇതിലൊക്കെ ഇൻഡന്റേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? എസ്ഡ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഇനീഷ്യൽ ട്രെയിനിങ് റിക്വയർഡ്. ഈച്ച് സ്റ്റെപ്പ് റിക്വയർസ് എക്സ്പെർട്ടീസ് ടു എൻഷുർ ആക്യുറേറ്റ് റിസൾട്ട് വൈൽ ഡീലിംഗ് വിത്ത് എവിഡൻസ്. അതായത് അനലിസ്റ്റ് എന്തായിരിക്കണം? എക്സ്പീരിയൻസ് ആയിരിക്കണം, ട്രെയിൻഡ് ആയിരിക്കണം. സോ അനലിസ്റ്റ് എന്തായിരിക്കണം? എക്സ്പീരിയൻസ് ആയിരിക്കണം, ട്രെയിൻഡ് ആയിരിക്കണം. ഓക്കെ, ഈച്ച് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും വേണം. അടുത്തത് ഹയർ എക്വിപ്മെന്റ് കോസ്റ്റ് ആണ്, അല്ലെ? ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്. സോ ഹൈ ക്വാളിറ്റി എസ്ഡ, ഈ എസ്ഡ 2 പോലെയുള്ള എക്വിപ്മെന്റ് ആണെങ്കിൽ, ടൈപ്പ് ആണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഓക്കെ, ക്യാൻ ബി സിഗ്നിഫിക്കന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഫോറൻസിക് ലാബ്. കാരണം കോസ്റ്റ് കൂടുതലാണെങ്കിൽ എന്താണ്? ചിലപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ നമുക്കത് അഫോർഡബിൾ അല്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്? ഒന്നാമത്തത് ഡോക്യുമെന്റ് ഹാൻഡ്ലിംഗ് ആണ്. ഓൾവേസ് വെയർ ഗ്ലൗസ് ആൻഡ് ട്രൈ ടു ടച്ച് ഫോറൻസിക് ഡോക്യുമെന്റ്സ് ഫ്രം എഡ്ജസ് ഓർ വെരി ലൈറ്റ്ലി. അതായത് ഗ്ലൗസ് യൂസ് ചെയ്യുക, കാരണം അനലിസ്റ്റിന്റെ ഫിംഗർ പ്രിന്റ്സോ മറ്റു കാര്യങ്ങളോ ഡോക്യുമെന്റിലേക്ക് വരാൻ പാടില്ല. സോ ഗ്ലൗസ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ഡോക്യുമെന്റ്സിന്റെ എഡ്ജസിൽ എന്ത് ചെയ്യുക? ഹോൾഡ് ചെയ്യുക. അടുത്തത് ഹ്യൂമിഡിറ്റി കൺട്രോൾ ആണ്. ഹ്യൂമിഡിറ്റി കൺട്രോൾ എൻഷുർ ദ ആംബിയന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് അറ്റ് ഒപ്റ്റിമൽ ലെവൽ. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ 60% ആണ് ഒപ്റ്റിമം ലെവൽ. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഓക്കെ, അടുത്തത് ഓർഡർ ഓഫ് എക്സാമിനേഷൻ. ഇഫ് ദ ഡോക്യുമെന്റ് ഈസ് ടു അണ്ടർഗോ അതർ ഫോറൻസിക് എക്സാമിനേഷൻ, fingerprint or chemical analysis ensure ESDA is performed first to avoid compromising its result. അതായത് എസ്ഡക്ക് പ്രൈമറി ഓപ്ഷൻ കൊടുക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എസ്ഡയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അതെന്ത് ചെയ്യാം? എസ്ഡയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
എന്നിട്ട് ബാക്കി കെമിക്കൽ ട്രീറ്റ്മെന്റ് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ഇൻസ്ട്രുമെന്റേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യാം. അതാണ് ഓർഡർ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് എക്യുപ്മെന്റ് ചെക്ക് ആണ്. എക്യുപ്മെന്റ് ചെക്ക് റെഗുലർ ഇൻസ്പെക്ട് ദ എസ്ഡ മെഷീൻ ഫോർ എനി സൈൻസ് ഓഫ് വിയർ ഓർ മാൽ ഫങ്ഷൻസ്. ഓക്കെ അല്ലേ? മാൽ ഫങ്ഷനോ വിയറോ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, അത് ക്ലിയർ ചെയ്യുക. അടുത്തത് ക്ലീൻ വൺ എൻഷുർ ദ കൊറോണ വാൻഡ് അതർ എക്യുപ്മെന്റ് ആർ ക്ലീൻ ആൻഡ് ഫംഗ്ഷനിങ് കറക്റ്റ്ലി. അതായത് വാൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ്, എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്, പാർട്ടാണ്. സോ അത് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്ത് വെക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. ടോണർ അപ്ലിക്കേഷൻ. ടോണർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഉണ്ട്. 200 ഗ്രാം ആണ് നമുക്ക് മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എക്സസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റൻസിറ്റി കൂടും, അതേപോലെ തന്നെ ക്ലാരിറ്റി കുറയും, നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആയി വരില്ല, റിസൾട്ടിനെ ബാധിക്കും. ടോണർ അപ്ലിക്കേഷൻ. ഇവന്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടോണർ, അതായത് ടോണറിന്റെ ഗ്രാനുലാരിറ്റി, അതായത് ടോണറിന്റെ ഗ്രാനുലർ സൈസ്, പാർട്ടിക്കിൾ സൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോണർ അപ്ലൈ ചെയ്യുമ്പോൾ യൂണിഫോം ആയിരിക്കണം. ഒരു സ്ഥലത്ത് കൂടാനോ കുറയാനോ പാടില്ല, യൂണിഫോം ആയിട്ട് അപ്ലൈ ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. എൻഷുർ ടോണർ ഈസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ദി ഡോക്യുമെന്റ്. അടുത്തത് ഡോക്യുമെന്റ് പൊസിഷനിങ്. എൻഷുർ ദ ഡോക്യുമെന്റ് ഈസ് ഫ്ലാറ്റ് ആൻഡ് ഈവൻലി പൊസിഷൻ ഓൺ ദി പ്ലേറ്റൻ ടു ഗ്യാരണ്ടി യൂണിഫോം റിസൾട്ട്. എന്ത് ചെയ്യുക, പ്ലേറ്റനിൽ പ്രോപ്പർ ആയിട്ട് ഫോൾഡ് ചെയ്യാതെ ക്ലിയർ ആയിട്ട് ഡോക്യുമെന്റ് പ്ലേസ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റോറേജ് ആൻഡ് പ്രിസർവേഷൻ. റിസൾട്ട് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, അല്ല ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ഫിലിം അല്ലെങ്കിൽ മൈലാർ ഫിലിം ലാമിനേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കീപ് അവേ ഫ്രം ദി ഡയറക്ട് സൺലൈറ്റ് ഇൻ എ ലൊക്കേഷൻ വെർ ഇറ്റ് വോണ്ട് ബി സ്ക്രാച്ച് ഓർ ഡാമേജ്. ഡാമേജ് ചെയ്യാണ്ട് സൂക്ഷിക്കുക, സ്ക്രാച്ച് ആവാണ്ട് സൂക്ഷിക്കുക. സൺലൈറ്റ് എന്ന് ഡയറക്റ്റ് എക്സ്പോഷർ ചെയ്യുന്ന മാറ്റി നിർത്തുക. അടുത്തത് അബൌട്ട് കെമിക്കൽ ഇന്റർഫറൻസ്. എന്താണ്? Some chemicals can affect the paper's ability to hold an electrostatic charge. So make sure that hasn't been any such exposure. അതായത് കെമിക്കൽ ട്രീറ്റ്മെന്റ് നടന്നതിന് ശേഷം എസ്ഡയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. അതേപോലെ തന്നെ റിസൾട്ട് എസ്ഡയ്ക്ക് ശേഷം നമ്മൾ റിസൾട്ട് ചെയ്തു വെച്ച പ്ലാസ്റ്റിക് ഫിലിം എന്ത് ചെയ്യാൻ പാടില്ല, കെമിക്കൽ എക്സ്പോഷറിലേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇനി അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ്? ഒന്ന് ഡോക്യുമെന്റ് ഹ്യൂമിഡിഫിക്കേഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താണ്, 60% താഴെയാണെങ്കിൽ എക്സാമിന് ഷുഡ് പെർഫോം ഹ്യൂമിഡിഫിക്കേഷൻ, അല്ലെ? 60% താഴെയാണ് ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ ഹ്യൂമിഡിഫയറിന് ഹ്യൂമിഡിറ്റി കൂട്ടണം. അടുത്തത് പേപ്പർ ഡെൻസിറ്റി ആണ്. പേപ്പർ ഡെൻസിറ്റി സിഗ്നിഫിക്കൻറ്റ്ലി GSM per gram per meter square affected the and quality of the record impressions. ഇതിന്റെ ക്വാളിറ്റി ആണ്, അതായത് ഗ്രാം പെർ സ്ക്വയർ മീറ്റർ ആണ് GSMന്റെ ഫുൾ ഫോം. അതായത് അത് എക്സസ് ആവാൻ പാടില്ല. 170 to 190 GSM ഉണ്ട്, 90 to 120 GSM ഉണ്ട്. ഇതാണ് ഹൈയും ഇതാണ് ലോയും. ഇത് രണ്ടും ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോക്യുമെന്റിന് ഇതാണ് GSM, ഈ വാല്യൂള്ള GSM ആണെങ്കിൽ എസ്ഡയിൽ വർക്ക് ആവില്ല. ഓക്കെ. ഇനി അടുത്തത് പേപ്പർ ടൈപ്പ് ആൻഡ് ടെക്സ്ചർ ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്, ഗ്ലോസി, ഗിഫ്റ്റ് റാപ്പ് ഇതുപോലത്തെ പേപ്പേഴ്സ് ആണെങ്കിൽ എസ്ഡയിൽ വർക്ക് ആവില്ല. അടുത്തത് ടൈപ്സ് ആൻഡ് പ്രഷർ ഓഫ് റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ കൊടുക്കുന്ന പ്രഷറും അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റും. പെന്നാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വർക്ക് ആവും. പെൻസിൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഇൻഡന്റേഷൻസ് ക്ലിയർ ആവണമെന്നില്ല, എന്ത് ചെയ്യും, നമ്മുടെ റിസൾട്ട് കുറയും. ഓക്കെ. അടുത്തത് ഏജ് ഓഫ് ഇൻഡന്റേഷൻ ആണ്. ഏജ് ഓഫ് ഇൻഡന്റേഷൻ അതായത് നമുക്ക് കിട്ടിയ ഡോക്യുമെന്റ് ഒത്തിരി പഴക്കം കൂടിയതാണെങ്കിൽ, ലെസ് പ്രൊനൗൺസ്ഡ് ആണെങ്കിൽ എന്താവും, ഇറ്റ് ഈസ് ഹാർഡർ ടു ഡിറ്റക്ട് ഈവൻ യൂസിങ് എസ്ഡ. അതായത് റിപ്പോർട്ട് പ്രകാരം 50 years പഴക്കമുള്ള ഡോക്യുമെന്റ് വരെ ഈ ഇൻഡന്റേഷൻസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. സോ അതൊരു ഫാക്ടറാണ് ഏജ്. അടുത്തത് ഇന്റർഫറൻസ് ഫ്രം റിവേഴ്സ് സൈഡ് മാർക്സ്. അതായത് ഇത് ഫ്രണ്ട് പേജ് ആണ്, ഈ ഫ്രണ്ട് പേജിന്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ വേറെ എന്തെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. മാർക്ക് ഓർ റൈറ്റിംഗ്സ് ഓൺ ദി ഡോക്യുമെന്റ് എസ്പെഷ്യലി ദോസ് ഓൺ റിവേഴ്സ് സൈഡ് can interfere with clarity of the development indentations. അടുത്ത ടോണർ ക്വാളിറ്റി ആൻഡ് അപ്ലിക്കേഷൻ. ടോണറിന്റെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയിലെ ടോണർ യൂസ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. സോ എന്താണ്, ബാഡ് ക്വാളിറ്റി ടോണർ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വലൈസേഷനെ എഫക്ട് ചെയ്യും. ഓക്കെ. അടുത്തത് പ്രീവിയസ് കെമിക്കൽ ട്രീറ്റ്മെന്റ്. നേരത്തെ പറഞ്ഞ പോലെ കെമിക്കൽ ട്രീറ്റ്മെന്റ് എക്സ്പോസ് ആവരുത്. ആദ്യം എസ്ഡക്ക് പ്രിഫറൻസ് കൊടുക്കുക. രണ്ടാമത്തത് സ്റ്റോറേജ് കണ്ടീഷൻ ആണ്. ഫാക്ടേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എക്സ്പോഷർ എന്ത് ചെയ്യുക. അതേപോലെ തന്നെ ഡോക്യുമെന്റ് സ്റ്റേറ്റ്, പ്രൊനൗൺഡ് എക്സ്പോഷർ മേക്സ് ഇൻഡന്റേഷൻ ലെസ് പ്രൊനൗൺസ്ഡ്. സോ ഇത്രയാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പോയിന്റ്സ് റിമെമ്പർ ആണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. ഒന്ന് പ്രൊസീജിയർ ആൻഡ് ഓർഡർ, എസ്ഡയുടെ എക്സ്പാൻഷൻ, എസ്ഡ് എന്തുകൊണ്ട് നോൺ ഡിസ്ട്രക്റ്റീവ് ആവുന്നു, പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എസ്ഡ.
സോ ഇത്രയാണ് എസ്റ്റിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.